ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. യു ക്യാൻ കോൾ മീ ഐഷു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഭയങ്കരമായിട്ട് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇതധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു സമയത്ത് ഞങ്ങൾ കോളേജിലൊരു ഡിബേറ്റ് നടന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടീമായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടും പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് വിവാഹത്തിന് എതിർക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിയാത്തവരാണെങ്കിൽ, അതായത് വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് പറയാം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണോ നിങ്ങൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നത് എന്നുകൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മിക്ക പെൺകുട്ടികൾക്കും കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് യാതൊരു താല്പര്യമില്ല. കാരണം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ആ ഒരു കാരണം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, കൂടുതലായിട്ട് അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. കല്യാണത്തിനേക്കാൾ കൂടുതലായിട്ട് തൻ്റെ കരിയറിനാണ് കൂടുതൽ ആൾക്കാരും ഇപ്പം മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, വേറെ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ട എന്നൊരിതിലേക്ക് പോകുന്നത്? പിന്നെ പ്രധാനമായും എനിക്ക് പറയാനുള്ളൊരു കാരണം ഇതാണ്. ഇത് ഈ പാരൻസ് തന്നെയാണ് ഇവരെ കൊണ്ട് വലുതായി കഴിയുമ്പോൾ വിവാഹം എനിക്ക് വേണ്ട എന്ന് പറയുന്നതിലേക്ക് എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ പാരൻസ് എന്ന് പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ചെറുപ്പം തൊട്ടേ ഈ പെൺമക്കളെ വളർത്തുമ്പോൾ പറയുന്നത് ഇതാണ്: നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് എന്ത് പറഞ്ഞാലും ശരി, ഇപ്പോൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ കൂടി കല്യാണം കഴിഞ്ഞ് നീ പൊക്കൊച്ചേക്കൻ്റെ കൂടെ നിനക്ക് ഇഷ്ടമുള്ളതിന് നടക്കാം. അതുപോലെ എന്താ പറയുക, ട്രിപ്പ് പോകാൻ പറയുകയാണെങ്കിൽ പറയും കല്യാണം കഴിഞ്ഞ് നീ അവൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോക്കോ, ഒറ്റയ്ക്ക് വേണമെങ്കിൽ ട്രിപ്പ് പോക്കോ, കുഴപ്പമില്ല. ഇപ്പോൾ അവനവന് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും പല പെൺകുട്ടികളും കേൾക്കേണ്ട ഒരു ഇതാണ്, എന്ത് നീ കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളത് ഒരുപാട് പെൺകുട്ടികൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അതിലൊക്കെ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാന്നുള്ളതിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ തന്നെ പറയാറുണ്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പലർക്കും അതുപോലെ ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്ത് പറഞ്ഞാലും ഭർത്താവ് ഭർത്താവ് ഭർത്താവ്. കല്യാണം കഴിഞ്ഞിട്ട് അവൻ പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും അവൻ സമ്മതിച്ച എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു കാര്യം പറയുന്നതിലൂടെ എന്താ ഉണ്ടാവുന്ന അറിയോ? നമ്മൾ ഈ വിവാഹം കഴിഞ്ഞാൽ, അതായത് വിവാഹത്തിന് ശേഷം ഒരാളുടെ കൺട്രോളിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നതെന്നുള്ളത് ഈ ചെറുപ്പം തൊട്ടേ ഈ പെൺമക്കൾക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് ഇവരെന്താ നല്ല രീതിക്ക് പോകാൻ വേണ്ടി ഇവർ പറയുന്നു എന്നാണ് ഈ പാരൻസ് വിചാരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആ ഒരു ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വിവാഹം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞാലും തങ്ങളെ മേലൊരാൾ കൺട്രോൾ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അത് എന്താ, വിവാഹം കഴിഞ്ഞാൽ തങ്ങളെ മേലെ ഒരാൾ കൺട്രോൾ ചെയ്യാനായിട്ടുണ്ടാവും. അതിനായിട്ട് ഇപ്പോൾ എന്തിനാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്? പല പെൺകുട്ടികളും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്നത്. ഈ ചെറുപ്പം തൊട്ട് ഇതിങ്ങനെ കേട്ട് എന്തോ ഇത് ഭയങ്കര എന്താ പറയുക, തെറ്റായിട്ടുള്ള ഒരു ഇതാണ്, തങ്ങൾ പെട്ടുപോകും എന്നൊരവസ്ഥയിൽ എത്തിക്കുന്ന രീതിയിലാണ് പാരൻസ് പലപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് തന്നെ എത്തിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടും പെൺകുട്ടികൾക്ക് വിവാഹത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. എല്ലാ മനുഷ്യന്മാരും എന്താ ആഗ്രഹിക്കുന്നത്? സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്, ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എന്താ പറയുക, മറ്റൊരാൾ കൺട്രോൾ ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കല്യാണം വേണ്ട എന്നൊരു ചിന്തയെ വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ കരിയർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലുള്ള പീഡനങ്ങളെക്കുറിച്ചും, അതുപോലെ എന്താ പറയുക, ഭയങ്കര പ്രശ്നങ്ങളും. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടി അവർ പോലും നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നത് തന്നെ, നമുക്ക് വിവാഹം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് തങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുമോ എന്നൊരു ചിന്ത പോലും പലർക്കും വരാറുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞാൽ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും. ഇപ്പോഴുള്ള പോലെയല്ല, നമ്മൾ സിംഗിളായിട്ട് ജീവിക്കുന്ന പോലെയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വരും.
അതായത് ആ വ്യക്തിയോടും വിവാഹം കഴിക്കുന്ന വ്യക്തിയോടും അതുപോലെ അവരുടെ പാരൻസിനോടായാലും ആ ഒരു 2 ഫാമിലി ഒന്നിക്കുന്നതാണല്ലോ വിവാഹം. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് വരും. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടുമായിരിക്കാം പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് വിചാരിക്കുന്നത്, വിവാഹത്തിനോട് നോ പറയുന്നത് അതുകൊണ്ടും ആയിരിക്കാം. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, തങ്ങൾക്ക് ഇനി വിവാഹം വേണ്ട, അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഈ പറഞ്ഞ റീസൺസ് അതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ.